എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സജന ഫിറോസിന്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് സജന വൈറലായിരുന്നു. വീഡിയോ രാവിലെ പോസ്റ്റ് ചെയ്തു. പിന്നെ ആരോ എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തേന്ന് പറഞ്ഞ് കരഞ്ഞുപോയി. അത് പൊളിച്ചടക്കി യൂട്യൂബേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന സജനയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പിന്നെ കാണുന്ന സജനെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റാണ് കാണുന്നത്. കേസ് കൊടുക്കാൻ പോയതാണ്. അത് ആർക്കെതിരെയാണ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും ഇന്നിപ്പം ഫിറോസിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ കൊണ്ട് DGPക്ക് കേസ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സ്വാധീനമുള്ളവരാണ് എതിർകക്ഷികൾ, എന്നാലും അവനവന്റെ കാര്യം നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിടുന്നു. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നു. വലിയ നീണ്ട വീഡിയോയാണ്. ആ വീഡിയോ പുറത്തിപ്പോൾ വന്നിട്ട് അതിൽ നേരമായിട്ടില്ല. അപ്പൊ ആ വീഡിയോ പുറത്തു വന്നാൽ കൊല്ലപ്പെട്ടേക്കാം ഞാൻ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതോടൊപ്പം പുള്ളിക്കാരൻ ആ ചാനലിൽ ആ വീഡിയോയിൽ ഈ സജന പ്രേമിക്കുകയും ഒളിച്ചോടി പോവുകയും ചെയ്യുന്നതിന്റെ ലിസ്റ്റാണ് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ എണ്ണി തീർന്നാലും അത് തീരില്ല. അത്രയും ലിസ്റ്റ് പറയുന്നുണ്ട്. കേട്ട് നമ്മുടെ തല പേരിക്കും. അങ്ങനെയാ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിലെ ആ സുരേഷ് ഹസീന ദമ്പതികളുടെ കാര്യം, ആ പെണ്ണുമ്പിള്ള എപ്പോഴും ഒളിച്ചോടും, ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കും, അവസാനം അയാൾ കുന്നുകളഞ്ഞായിട്ടാണ് അത് അവസാനിച്ച. പിള്ളേർ അനാഥരായി 4 പിള്ളേർ. ഇപ്പൊ ഹസീന ഒന്നും അല്ല സത്യം പറഞ്ഞ. സജനയുടെ കാര്യം കേട്ട ഒരു ഫിറോസ് കല്യാണം കഴിക്കാൻ വേണ്ടി സജനയുടെ അയൽക്കത്തുള്ള പയ്യനോട് അന്വേഷിച്ചിട്ട് കുഴപ്പമില്ലെന്ന് അവൻ പറയുന്നത് വെച്ച് കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്സാപ്പിൽ മെസ്സേജുകൾ നോക്കിയപ്പോൾ അവനും സജനയും കൂടെയുള്ള അഭിഹിതമാണ് കണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയപ്പം വയനാട് എവിടെയോ പോയപ്പോഴത്തേന് ആ ആൽബത്തിലെ ഡയറക്ടറെ കയറി പ്രണയിക്കുന്നു. അപ്പൊ അയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് ആ ഡയറക്ടറെ ആ ആൽബത്തിന് തന്നെ പ്രൊഡ്യൂസറുടെ കൂടെ വിളിച്ചോടുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പം റസൂൽ പൂക്കുട്ടി. ഇപ്പൊ ഈ വീഡിയോക്കകത്ത് റസൂൽ പൂക്കുട്ടിയായിട്ട് ഈ ഗർഭത്തിന്റെ പേരിലുള്ള ഒരു സംഭാഷണം ഇട്ടിട്ടുണ്ട്. AI ആന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നു. കേട്ടിട്ട് AI ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇനി അറിയില്ല അത് എന്താണേലും ഇതൊക്കെ കേട്ടിട്ട് തല പേരിക്കുന്നുണ്ട്. ഈ റസൂൽ പൂക്കുട്ടി ഒരു പ്രാവശ്യം ഇവർക്ക് ഒരു ഗർഭം ഉണ്ടായിട്ട് അബോർഷൻ ആയതാണ്. വീണ്ടും ഉണ്ടായ ഗർഭത്തിന്റെ പേരിലാണ് നമ്മളൊക്കെ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഭിഹിതത്തെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഉണ്ടായത്. അപ്പൊ സജനയുടെ ഭാഷയൊക്കെ കേൾക്കണം. റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബാർഗെയിനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗർഭത്തിന്റെ പേരില്. അപ്പൊ ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആണ്. താല്പര്യമുള്ളവർ കേൾക്കുക കേട്ടോ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. നല്ല ലോങ് വീഡിയോ ആണ്. ഇത് കേട്ട് ഇത് ഞാൻ പറയുന്ന മുഴുവനാന്നില്ല. ബാക്കി താല്പര്യമുള്ളവർ ഫിറോസിന്റെ ചാനലിൽ പോയി കാണാം. ഇത് തല പെരിക്കും. നമ്മുടെ തലയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്ന ഫിറോസ് കേട്ടോ. നമുക്ക് പറ്റത്തില്ല. അത്ര ഹെവിയാണ് ഇവരുടെ ലൈഫ് പറയുന്നത്. സാധാരണക്കാരുടെ ലൈഫല്ല. അൺസൈക്കബിൾ എന്നൊക്കെ പറയില്ലേ. എന്റെ പൊന്നെ, അന്ന് തുടക്കം ഒന്ന് കേൾക്കാം. ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കൊടുക്കേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജന ഉൾപ്പെടെ. സജന എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് പോക്സോ ഇട്ട് തരുമെന്ന്. അവൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജന പോകും. അപ്പോൾ ഇപ്പോഴുണ്ടായ ഒരു കോളിളക്കം ഇതാണ്. സജന ഒരു ദിവസം, ഈ ഒരു മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത്. അതെനിക്ക് തോന്നുന്നു റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ. അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നു കാണും. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജന വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനും ആ സമയത്ത് വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയാണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു. ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു കാര്യം എപ്പോഴും പറയുന്നതാണ്. പുള്ളിക്കാരനെ റസൂൽ പൂക്കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ലൈവ് ഇടും. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ലൈവ് പിൻവലിക്കും. എന്നിട്ട് അടുത്ത കഥയാ വേറെ എന്തെങ്കിലും ആയിട്ട് വന്ന് പറയും. ഇത് തുടക്കം തൊട്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അയാള് പിൻവലിയും. ഈ ഒരു കാര്യത്തിൽ നിന്ന് അയാൾ ഗർഭം ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ പിൻവലിയും. അപ്പൊ അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ലൈവ് ഇടും, വീഡിയോ ഇടും, എല്ലാം ചെയ്യും. അയാൾ പിന്നെയും കോംപ്രമൈസിന് തയ്യാറാവും. അപ്പൊ തന്നെ വീണ്ടും അത് റിമൂവ് ചെയ്യും. ഈ കളിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ വിരുദ്ധന്മാര് ലൈവ് ഇടുന്ന പടി അപ്പൊ തന്നെ അത് എടുക്കും.
സജനയുടെ ഒരുമാതിരി ബുദ്ധിയൊന്നും ഈ സോഷ്യൽ മീഡിയ നടന്നിട്ടില്ല. സജന പറയുന്ന എല്ലാം പൊളിച്ചെടുക്കാറുണ്ട്. അന്നൊരു ആദ്യം ഒരു 4 വർഷമായിട്ട് റസൂൽ പൂക്കുട്ടിയായിട്ട് ഞാൻ ബന്ധമുണ്ട്, ഞാനിപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഫസ്റ്റ് ലൈവ് ഇട്ടു. അത് പല യൂട്യൂബേഴ്സും കണ്ടിട്ടില്ല. എന്നാൽ ചിലരൊക്കെ കണ്ട ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ചില യൂട്യൂബേഴ്സൊന്നും കണ്ടിട്ടില്ല. അവരിവിടെ തർക്കിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇത് ആരാണ് 4 മാസം പുള്ളിക്കാരത്തി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ആരാ, 4 വർഷമായി ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു എന്ന്. ഇതൊക്കെ സജന പറഞ്ഞത് തന്നെയാണ്. അത് എടുത്ത് ലോഡ് ചെയ്ത് വെച്ച യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്. സജന 4 വർഷമായെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കണക്ക് തെറ്റുന്നുണ്ട്. അതായത് 2 വർഷമായാലും ഫിറോസുമായിട്ട് ഡിവോഴ്സ് പിരിഞ്ഞ് താമസിക്കാറായിട്ട് അത് പറയുന്നേക്കാം. 2 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥ സെപ്പറേറ്റഡ് ആണ് ആയത്. അപ്പോൾ 4 വർഷമായി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയെന്ന് പറഞ്ഞപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. സജന എന്നെ വിളിക്കുന്നു. എന്നിട്ട് ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ. എനിക്ക് അങ്ങനെ എന്ത് ഉപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചെയ്ത ചാനലിൽ വന്നിട്ട് പറയണം, റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തിയെന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഒരിക്കലും പറയില്ല. നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, സജന എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴിക്കരുത് എന്ന് പറഞ്ഞു. സജന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്ത് എനിക്ക് ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പം ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക, എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത്, അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജനയെ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒരിക്കലും സജനയെ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ്, റസൂൽ പൂക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ അവാർഡ് മേടിക്കുന്നവനും ഒരു സമയം ദൈവം അവന് പണി കൊടുക്കുമെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയത്. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ റസൂൽ പൂക്കുട്ടിക്ക് വാരി തീർക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജനയുമായും സജനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവൾ പണി കൊടുത്തായിരുന്നു, ഇവൾ റസൂൽ പൂക്കുട്ടിയോട്. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സജന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെല്ലാം ഞാൻ കൂടെ നിൽക്കാം. വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാരനക്ക് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന്
ഞാൻ നീ ബന്ധപ്പെട്ടത് നീ തന്നെയാണ് ആണല്ലോ റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ എനിക്ക് നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് ശരി പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത് ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത് വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളതിന് പീഡിപ്പിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ എന്തൊക്കെയാ കേൾക്കുന്നേ? തല പെരുക്കുന്നുണ്ട് കേട്ടിട്ട്. സത്യം പറയാം, എന്തൊക്കെ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞേ പറ്റൂന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ഞാൻ നിങ്ങൾ രണ്ടുപേരോട് സ്നേഹിച്ച് തന്നെ എന്നെ കോഴിക്കോട് കാലിക്കട്ട് പോയതും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രഗ്നന്റ് ആയതല്ലേ എന്ന് പറയുന്നുണ്ട്. ഒരു വട്ടം പ്രഗ്നന്റ് ആയി അത് പോയതാന്ന് പറയുന്നുണ്ട്. പിന്നെ കുട്ടിക്ക് വേണ്ടി മരുന്നൊക്കെ മേടിച്ചോണ്ട് വന്ന് പറയുന്നുണ്ട്. പിന്നെ ആ കുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു കുട്ടി എനിക്ക് വേണമെന്നുണ്ട് എന്ന് പറയുന്നു. ഒരു പ്രാവശ്യം മാത്രം ഞാൻ നിങ്ങളെ നിർബന്ധിച്ചെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ വല്ലാത്ത ഒരു അവസ്ഥയാകട്ടോ ഇവരുടെയൊക്കെ ലൈഫ്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു. ഇനി ഇതിന്റെ ആ വീഡിയോയുടെ ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ഈ സജനയുടെ സ്വഭാവം പറയുന്നുണ്ട്. ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയിട്ട് അതിന്റെ ഡയറക്ടറുമായിട്ട് ലവ് ആയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസറുമായിട്ട് ലവ് ആയി. പിന്നെ ഏതാണ്ട് എന്തോ വീഡിയോ ഇടുന്നുണ്ട്, പിന്നെ ഫിറോസിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി ഒപ്പിടുന്നോ എന്തൊക്കെയാ പറഞ്ഞു. ആ വീഡിയോ ആണ്. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ട് ഫിറോസിനോട് ജീവിക്കാൻ വട്ടുണ്ടോ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫാവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയമൊക്കെ ഇവളുടെ അടുത്ത് ഇവളി തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ ഇവിടെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ മാപ്പ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരോട് അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു. വേദനയോട് അങ്ങനെ എത്ര വലിയ തെറ്റ് ചെയ്താലും അങ്ങനെ മാപ്പ് കൊടുക്കുക അതൊരു ന്യായമേ അല്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, പറഞ്ഞു വിടുക. അത് തന്നെയല്ല, ഇങ്ങനെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിടുക, അത്ര തന്നെ. അത് അവരാരുടെ കൂടെ പോയെന്ന് പോലും പിന്നീട് നോക്കേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ എനിക്ക് സ്നേഹമാകുമ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞു, നമ്മളെ അവോയ്ഡ് ചെയ്യുന്നവരെ നമ്മൾ ഇന്ന് അവർ അവോയ്ഡ് ചെയ്താൽ നമ്മൾ ഇന്നലെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. ഒരാൾക്ക് ഇങ്ങോട്ട് സ്നേഹമില്ല, പിന്നെ എനിക്ക് അത്ര സ്നേഹമാണെന്ന് പറഞ്ഞാൽ അയാളുടെ പുറകെ നടക്കും. ഇപ്പം ആ ഹസീന സുരേഷ് ദമ്പതികൾ അവസാനം അവരോട് സ്നേഹം കൂടി പുറത്ത് കാമവും വെയിറ്റ് ചെയ്യുമ്പോൾ ഇറങ്ങി പോകുമെന്ന് ഉറപ്പായപ്പോൾ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി അവരെ കുന്നുകളഞ്ഞു. അവരുടെ കൂടെ ആരുടെയും കൂടെ പോയി ജീവിച്ചിട്ട് അവർ അനുഭവിക്കും. തിരിച്ച് ഇയാൾക്ക് നല്ലതായിട്ട് മക്കളുടെ കൂടെ ജീവിക്കും. ഇന്ന് ആ മക്കളെ അനാഥരാക്കി.
അതേപോലെ ഈ സ്നേഹമില്ലാത്തവരെ പിന്നെയോ എനിക്ക് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന കാര്യം നമ്മൾ ഈ കഥ കേട്ട് വരുമ്പോഴേ സത്യമാണ് പറയുന്നതെങ്കിൽ ഈ ഫിറോസ് പറയുന്ന തെളിവ് സഹിതം ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണോ ഇതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇതെല്ലാം സത്യമാണെങ്കിൽ ഒരു നിമിഷം പോലും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഒരു പുരുഷനാണ് ഫിറോസിന്റെ ഒപ്പം നിൽക്കുമ്പോൾ കാണുന്നവരെല്ലാം കൂടെ ഒളിച്ചോടുക, ഒരു ലെവലും ഇല്ലാതെ ഒളിച്ചോടുക, അവരുടെയൊക്കെ ആയിട്ട് ഫിസിക്കൽ റിലേഷനും ഒക്കെ ആയിട്ടല്ലേ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പിന്നെയും വരുമ്പോഴത്തേന് പിന്നെയും ഭാര്യയായിട്ട് സ്വീകരിക്കുക. അയ്യേ, അതെന്തോന്ന് രീതിയാ അത്? ഇവരൊക്കെ എന്താ അല്ലേ സോഷ്യൽ മീഡിയ വന്ന് ഇവരൊക്കെ പറയുന്ന കേട്ടിട്ട് നമുക്ക് തലപെരിക്കുകയാണ്. ആ വീഡിയോ ഒത്തിരി ഉണ്ട് കേട്ടോ, അതിന്റെ കുറച്ച് ഭാഗങ്ങളായാണ്ട് ഇത് തന്നെയല്ലേ എന്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.